ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാക്രമേ റൗണ്ട് ടീ കോസ്റ്ററാണ്. അപ്പോൾ ഞാൻ മുമ്പ് ടീ കോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്സ് ഭയങ്കര കൂടുതലായിട്ട് വന്നു. പിന്നെ ഫ്രിഞ്ചസും കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ എൻ്റെതായ രീതിയിലൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ കോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3mm സിംഗിൾ സ്ട്രാൻഡ് കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടത് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഫ്ലാറ്റ് സർഫസാണ് വേണ്ടത്. മറ്റുള്ള കോഡുകളെ അപേക്ഷിച്ച് എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത് സിംഗിൾ സ്ട്രാൻഡ് കോഡാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 cm ആണ്. അതായത് ഫുള്ളായിട്ടുള്ള ഫ്രിഞ്ചസ് അടക്കമുള്ളത്. സെൻറ്ററിലുള്ള അതായത് നോട്ടഡ് പോർഷണൽ ലെങ്ത്ത് 12 cm ആണ്. അപ്പോൾ ടോട്ടൽ 3 cm ഫ്രിഞ്ചസ് ഔട്ട് സൈഡിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് 18 cm വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സിംഗിൾ സ്ട്രാൻഡ് കോഡ് ഉണ്ടല്ലോ, ഇതിനെ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഇതുപോലെയുള്ള പിൻസും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷ്യൻ പോലത്തെ സർഫസും വേണം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഫേൻ്റെ ഒക്കെ കുഷ്യനാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പില്ലോ യൂസ് ചെയ്യാം, ബെഡ് യൂസ് ചെയ്യാം, കാർഡ് ബോർഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്രമേ ബോർഡ്സും അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ ചെക്ക് ചെയ്താൽ മതി. ഇത് ആമസോണിൽ അതൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ മതി. ഇത് കുറച്ചുകൂടെ നമ്മളെ വർക്കിൻ്റെ ടൈം കുറയ്ക്കാനായിട്ട് എളുപ്പമാക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ 2.3 മീറ്റർ ലെങ്ത്തുള്ള ഒരു ലോങ് കോഡ് എടുക്കുക. അതിൻ്റെ ഒരു എഡ്ജ് എടുത്തതിന് ശേഷം അതിന് ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു സൈഡിലോട്ടേക്കാണ് എൻ്റെ നോട്ടിങ് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ ആ രീതിയിലും വയ്ക്കാം. അപ്പോൾ ഇതിന് ഇതുപോലെ ഇങ്ങനെ ലൂപ്പ് പോലെ ഫോം ചെയ്തു. ഇനി ഇതിലോട്ടേക്ക് 3 86 cm ലെങ്ത്തുള്ള കോഡ് അറ്റാച്ച് ചെയ്യണം. അതിനെ നമ്മൾ റിവേഴ്സ് ലാക്ക് സൈഡ് നോട്ട് വഴിയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. മുമ്പ് നമ്മളുടെ വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ മതി. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഓവറായി ടൈറ്റ് ചെയ്യാനും പാടില്ല, ഭയങ്കരമായി ലൂസ് ചെയ്യാൻ പാടില്ല, മിഡിലായിരിക്കണം. പിന്നെ നമ്മുടെ കോഡിനെ ഈ പിന്ന് വെച്ച് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സർഫസിൽ അത് മൂവ് ചെയ്യില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ സർഫസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വർക്കിൻ്റെ ടൈം കുറേ റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ കൈയൊക്കെ നല്ല ക്ലോസ് ആക്കി വെച്ചിട്ട് വേണം ഓരോ നോട്ടുകളും കെട്ടാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ ഓരോ ടെക്നിക്കാണ്. എൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളുടെ അതേപോലെ തന്നെ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കിട്ടാത്ത ഓരോന്നും ഒന്നും വിചാരിക്കേണ്ട, നമുക്കതൊക്കെ റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലോങ്ങസ്റ്റ് കോഡ് ഉണ്ടല്ലോ, ഷോർട്ടസ്റ്റ് അല്ല ലോങ്ങസ്റ്റ് കോഡ്, ആ ഒരു കോഡിനെ നന്നായിട്ട് പുള്ള് ചെയ്യുക. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കോസ്റ്റർ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ സെൻറ്ററിലുള്ള പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഫ്ലവർ ഷേപ്പിലാണ് അത് ലാസ്റ്റ് ഫോം ചെയ്യണത്. അപ്പോൾ അത് ഏകദേശം അങ്ങനെ വരുന്നുണ്ട്. നന്നായിട്ട് വലിക്കണം, പക്ഷേ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കില്ല ചെയ്യണത്. നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് വലിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറേ വലിച്ച് വരുമ്പോൾ ആ ഒരു ഷേപ്പ് പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഒരു ഫ്ലവർ പോലെയായി. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഈ സർഫസിലോട്ട് വെക്കുക. അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കും ഈ ഷോർട്ടസ്റ്റ് കോഡിന് നമ്മൾ എന്ത് ചെയ്യും. ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെങ്ങനെ 3 പാർട്ടായിട്ട് വെക്കുക. ഇനി നമ്മൾ എല്ലാത്തിനെയും ഇതേപോലെ 3 ഡിവിഷനായിട്ടാണ് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഈ ലോങ്ങസ്റ്റ് കോഡ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ഫില്ലർ കോഡ്. അതായത് ആ കോഡിലോട്ടേക്കാണ് ഇനി നമ്മൾ ഓരോ നോട്ടും കെട്ടിക്കൊടുക്കുന്നതും അതേപോലെ തന്നെ ഓരോ കോഡും അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി 86 നമ്മൾ നേരത്തെ എടുത്തു. ഇനി 83 cm, അതായത് നേരത്തെ 3 cm റെഡ്യൂസ് ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ 83 cm കോഡ് വെച്ചിട്ട് റിവേഴ്സ് ലാക്ക് സൈഡ് നോട്ട് വഴി ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ 3 പാർട്ടായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ ലോങ്ങസ്റ്റ് കോഡിലോട്ടേക്ക് അതിൽ നിന്നും ഒരു കോഡ് എടുത്തതിന് ശേഷം റിവേഴ്സ് ലാക്ക് സൈഡ് നോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 പാർട്ടിലാണ് ചെയ്യേണ്ടത്. എല്ലാത്തിലും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്, 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് റോ കഴിഞ്ഞു, രണ്ടാമത്തെ റോൻ്റെ കാര്യമാണ് ഈ പറയണത്. അപ്പോൾ ആദ്യത്തെ കോഡ് വെച്ചു, കെട്ടിക്കൊടുത്തു. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിൻസ് ഉണ്ടല്ലോ, ആ പിൻസ് ഇനി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ അടുത്ത റോയിൽ ആദ്യത്തെ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിനോട് ചേർത്ത് വെക്കണം. അവിടെ ഗ്യാപ്പൊന്നും അധികം വരാതെ ശ്രദ്ധിക്കണം. അതിനാണ് ഈ പിൻസ് യൂസ് ചെയ്യണത്. എന്നിട്ട്
നമ്മൾ നെക്സ്റ്റ് 2 കോഡ്സ് ഉണ്ടല്ലോ, 3 പാർട്ടായതിൽ 2 2 2 അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഡ് വെച്ചിട്ട് 2 ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കണം. അതായത് ഒരു ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറയുന്നത് 2 ഹാഫ് ഹിച്ച് നോട്ട് ചേർന്നതാണല്ലോ. അങ്ങനത്തെ ടോട്ടൽ 4 ഹാഫ് ഹിച്ച് നോട്ട്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഡബിൾ ഹാഫ് ഹിച്ച് നോട്ടല്ല, 2 ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. 2 കോഡ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ 2 ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നെക്സ്റ്റ് വീണ്ടും 83 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡിനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിലും ഈ റിവേഴ്സ് ലാക്സ് ഹെഡ് നോട്ടും അതേപോലെ തന്നെ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ടുമാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി എടുത്തെടുത്ത് പറയണില്ല, ആ ഒരു മെത്തേഡാണ് ഇനി ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് റോയിൽ നെക്സ്റ്റ് 2 കോഡ്സ് എടുക്കുക. അതിന് വീണ്ടും ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് വഴി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. ഇതിങ്ങനെ റൗണ്ട് ചെയ്താൽ പിന്നെ ഇങ്ങനെ അഴിച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഈ ലാസ്റ്റ് കോഡ് എടുക്കുക, 83 സെൻറ്റിമീറ്ററിൻ്റെ ഇതിലേക്ക് വീണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 കോഡ്സ് വെച്ചിട്ട് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടി കൊടുക്കുക. അങ്ങനെ എന്താകും? സെക്കൻഡ് റോ കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല, ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഓവർ ലൂസ് ആകാനും പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്യണില്ല, പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കുന്നത് കാണാം. അതെന്താ വെച്ചാൽ റൗണ്ട് ഫോം ചെയ്യുന്നതാണ്. ആ ഒരു പാറ്റേൺ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് കുറച്ച് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ വീണ്ടും അഴിക്കുക, വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്ത് ഇത് റെഡി ആവുള്ളൂ. കുറച്ച് സമയം എടുത്ത് പഠിക്കണതാണ് ഈ കോസ്റ്ററിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഷോർട്ടസ്റ്റ് കോഡിനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അത് വേറെ പ്രശ്നമൊന്നുമില്ല, ഇനി അവിടെ നിന്ന് അഴിഞ്ഞ് വരുമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് റോ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും നമ്മൾ ഇതിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 4 കോഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 12 കോഡ്സ് ഉണ്ടാകും. നമ്മുടെ ഫില്ലർ കോഡ് കൂടാതെയാണ് ഞാൻ പറയുന്നത് 12 കോഡ്സ്. അങ്ങനെ ആണ് വെക്കേണ്ടത്. എപ്പോഴും ആ ഒരു ഫോർമാറ്റ് എപ്പോഴും ഫോളോ ചെയ്യണം. ഫില്ലർ കോഡ് കൂടാതെയുള്ള എണ്ണമാണ് ഞാൻ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 4 ഇവിടെയായി, ഇതേപോലെ 4 ആയി, ഇവിടെയും 4 ആയി. ഇനി എവിടെയാണ് അടുത്ത 80 സെൻറ്റിമീറ്റർ ലെങ്ത്? നേരത്തെ 83 എടുത്തു. അപ്പം തേർഡ് റോയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനി ഏതാണ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചത്. ഇത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത റിവേഴ്സ് ലാക്സ് ഹെഡ് റൂട്ട് വഴി ആഡ് ചെയ്ത കോഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന 4ാമത്തെ കോഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴത്തെ 80 സെൻറ്റിമീറ്ററിൻ്റെ കോഡ് ആഡ് ചെയ്യേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നേരത്തെ ആഡ് ചെയ്ത കോഡ് കഴിഞ്ഞിട്ട് 4ാമത്തെ കോഡിൽ, അതായത് ഈ ഒരു സ്ഥലത്ത് ഇപ്പം ഞാൻ കൈ വെച്ചവിടെ, എന്നിട്ട് അതിന് ശേഷം വീണ്ടും അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത പോർഷൻ കൂട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ കോഡ് ആഡ് ചെയ്യുന്നതിൻ്റെ അർത്ഥമില്ല. അതാണ് അങ്ങനെ ഒരു കണക്ക് വരുന്നത്. ഇതെപ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് 2 ആദ്യമേ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിന് 2 കോഡാണുള്ളത്. ആ കോഡ് കഴിഞ്ഞതിന് ശേഷം 2 ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 80 സെൻറ്റിമീറ്ററിൻ്റെ കോഡ് എടുക്കുക. നേരത്തെ പോലെ ഇതിലോട്ടേക്ക് ഈ ഫില്ലർ കോഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇത് എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിനർത്ഥം. റൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും നമുക്ക് ആഡ് ചെയ്യാതെ വലുതാകില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? നെക്സ്റ്റ് 4 കോഡ്സ്, അതും അതേപോലെ തന്നെ 4 ഡബിൾ ഹാഫ് ഹിച്ച് നോട്ടാണ് വരിക. 4 കോഡ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് 4 ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. ഓക്കെ, അപ്പോൾ ആ 4 കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് കോഡ് ഉണ്ടല്ലോ, അതായത് 80 സെൻറ്റിമീറ്ററിൻ്റെ ലാസ്റ്റ് കോഡ്, അതിനെ
ഈ ഒരു കോഡിൻ്റെ ഇടയിലേക്ക് വീണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കോഡല്ല, സെക്കൻഡ് കോഡ്. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് 4 കോഡ്സ് എടുക്കുക. ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 4 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട്. ഇതിലൊന്നും ഒരു മാറ്റമില്ല, നമ്മൾ ആ സർക്കിൾ ഇങ്ങനെ ഫോം ചെയ്ത് വരും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കോഡ് എടുത്ത് ഡബിൾ ഹാഫ് ഫിഷ് നോട്ടല്ല, റിവേഴ്സ് ലാക്സ് ഹെഡ് നോട്ട് വഴി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 80 ആയി. ഇനി അടുത്ത് 77 ആണ്. ഇനി ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ 3 ആക്കി മാറ്റണം. അതിന് മുന്നേ ഇതിൻ്റെ സർക്കിൾ കറക്റ്റ് ആക്കണം. ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം 3 ആക്കാൻ എന്താണ് 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ 6ാമത്തെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കോഡാണ്. അപ്പോൾ അവിടെ ഗ്യാപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അടുത്ത കോഡിൽ നിന്നൊരു ഒരെണ്ണം കൂടി എടുത്തിട്ട് 7, പിന്നെ അടുത്ത 6, പിന്നെ അടുത്ത ലാസ്റ്റത്തിൽ 5, ഇങ്ങനെയാണ് കണക്ക് വരുന്നത്. 6 അല്ല വരുന്നത്, 7 ആണ് വരുന്നത്. അടുത്തതിൽ 6, ലാസ്റ്റത്തിൽ 5. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്തല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 7 കോഡ്സ് വെച്ചിട്ട് 7 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് 77 എടുക്കുക, റിവേഴ്സ് ലാക്സ് ഹെഡ് നോട്ട് വഴി അതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കോഡ് എടുക്കുക, അതിന് 6 ചെയ്തു. വീണ്ടും അടുത്തത് കോഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു 77. അത് കഴിഞ്ഞ് ലാസ്റ്റ് 5 കോഡ്സ് ഉണ്ടല്ലോ, ആ 5 കോഡ്സും കൂടെ അതിലോട്ടേക്ക് 5 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട്. ദെൻ 77 വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ റോയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ കൈ വെച്ച് എപ്പോഴും ഈ റൗണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 8 ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കോഡാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ 9 ആക്കുക, നെക്സ്റ്റ് 8, അത് കഴിഞ്ഞിട്ട് 7, ആ ഒരു ഫോമിൽ. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തത് 9 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് വരും. അത് കഴിഞ്ഞ് നമ്മുടെ കോഡ് വെച്ചിട്ട് 77 എടുത്തത്. അത് കഴിഞ്ഞ് അപ്പോഴത്തെ 74 വരും. 74 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡ് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 8 ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 74 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡ് ആഡ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റത്തെ 7 ബാക്കി ഉണ്ടാവുക. അപ്പോൾ 7 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് ലാസ്റ്റിൽ കെട്ടിക്കൊടുക്കുക. ഇനി ഇതിൻ്റെ അറ്റത്തുള്ളത് എപ്പോഴും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. റൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കറക്റ്റായിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെ 10 വരേണ്ടത്. അപ്പോൾ ഈ 10 ഏതെങ്കിലും ഒരിട്ട്, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കോഡ് ഉണ്ടല്ലോ, അതിൻ്റെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പോർഷനിൽ എവിടെ വേണേൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കോഡിൻ്റെ സെൻറ്ററിൽ എവിടെയാണോ വരുന്നത് അവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ, എവിടെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അവിടെ. അങ്ങനെ 3 പാർട്ടായിട്ട് തിരിച്ചതിന് ശേഷം 71 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡ് വീണ്ടും ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ബാക്കി 2 കൂടെ ആഡ് ചെയ്തിട്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ റൗണ്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ ലെങ്ത്ത്, ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് 12 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ആ റൗണ്ടിൽ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് വെച്ച് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, റൗണ്ടിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. പിന്നെ ബാക്ക് സൈഡ് എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. കാരണം ഓരോ തള്ളി പോകാൻ പാടില്ല. പിന്നെ ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ലൂസാകാനും പാടില്ല. അങ്ങനെ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഏകദേശം ഇവിടെ റൗണ്ട് കംപ്ലീറ്റ് ആവണേ. അപ്പോൾ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഇനി ചെയ്തുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഇനി കോഡ് ആഡ് ചെയ്യണ്ടാന്ന്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കോഡ്, എത്ര ഇതിപ്പോൾ ലാസ്റ്റ് റോ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സെൻറ്റിമീറ്റർ മതി, ഒരു 20 സെൻറ്റിമീറ്ററൊക്കെ മതിയാവും. അത്ര, കാരണം ചെറിയ ഫ്രിഞ്ചസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്ട്രാ കോഡ് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തു. ഇനി വേറൊരു ടിപ്പ് കൂടെ ഉണ്ട്. ഇനി ഇൻ കേസ് നിങ്ങളുടെ കോഡ് ലെങ്ത്ത് ഷോർട്ടായി നമുക്കൊരു ഡബിൾ ഹാഫ് ഫിഷിനോട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ ബാക്കോട്ടേക്ക് വെച്ചതിന് ശേഷം വേറെ എക്സ്ട്രാ കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു ബാക്കോട്ടേക്ക് ഉള്ള കോഡുണ്ടല്ലോ അതിനെ ബാക്കിലോട്ടേക്ക് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു സ്ഥലത്തിലാണ് നമ്മളത് വെച്ചത്. അതിന് നമ്മൾ ഇതേപോലത്തെ ബോബിൻ പിന്നോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ഹോളിലൂടെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് പുള്ള് ചെയ്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 കോഡിൻ്റെ ഉള്ളിലൂടെ ആക്കി വെച്ചാലും കുഴപ്പമില്ല, കാരണം അതങ്ങനെ അഴിഞ്ഞൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എൻഡും അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എൻഡിലും ചെയ്യുക. ഇനി ഗ്യാപ്പ് വെച്ച് കോഡ് ഷോർട്ടാകുമ്പോൾ ചെയ്തില്ല, അതേ പ്രോസസ്സ് തന്നെ. ഇതിപ്പോൾ എൻഡിലെ കോഡ് നമ്മൾ ചെയ്യണ സമയത്ത് ബാക്ക് സൈഡ് എടുക്കുക, ഇതേപോലെ ബോബിൻ പിന്നിലൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഉള്ളിലോട്ടേക്ക് പുള്ള് ചെയ്യുക, അതിനുശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും പുള്ള് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നമുക്ക് ആ ഫ്രിഞ്ചസിന് ആവശ്യമുണ്ട്. ഈ ഫ്രിഞ്ചസ് ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും. നമ്മൾ നേരത്തെ എക്സ്ട്രാ കോഡ് ആഡ് ചെയ്തല്ലോ, പക്ഷേ ഇവിടെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് ഇതിങ്ങനെ ചെയ്യണം. ലാസ്റ്റത്തെ കോഡ് എപ്പോഴും ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇനി ഇതിനെ കട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ റൗണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 18 സെൻറ്റിമീറ്ററിൻ്റെ 12 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. ഇനി ഫ്രിഞ്ചസ് വേണം 3 സെൻറ്റിമീറ്ററുള്ള. അപ്പോൾ ആദ്യം ഒരു എളുപ്പ വഴി ഇതിലുള്ള ലോങ്ങസ്റ്റ് ലെങ്ത്തുള്ള കോഡ്സിനെയൊക്കെ വേഗം കട്ട് ചെയ്യുക. എന്നാൽ അതിന് ശേഷം ഇതിൻ്റെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കോംബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് കോഡിൻ്റെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഓരോ നോട്ടുകളുണ്ടല്ലോ അതൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഇത് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കൊരു റൗണ്ട് ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് റൗണ്ടിൽ അധികം ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡിസൈനായിട്ട് ഇതിന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രിഞ്ചസും അതുപോലെ തന്നെ നല്ല ഒരേപോലെ യൂണിഫോമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.